വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ആ കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 400 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തത്. സ്കിന്നോട് കൂടിയിട്ടുള്ള അത്യാവശ്യം വലിപ്പമുള്ള ചിക്കൻ പീസസ് ആണ് എടുത്തത്. സ്കിന്ന് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ആ ഒരു കറക്റ്റ് ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സ്കിന്നോട് കൂടിയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ ഈ ചിക്കൻ ഞാൻ കുറച്ച് സമയം തൈരും ഉപ്പും വെള്ളവും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്തും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും ചിക്കൻ. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കാം. ഒരു 3-4 വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചി, 3-4 ചുവന്നുള്ളി, ഒരു പച്ചമുളക്, കുറച്ച് മല്ലിയില, പിന്നെ ഒരു 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം മിക്സിയിൽ. പച്ചമുളക് എരിവ് നോക്കിയിട്ട് 1-2 ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇപ്പോൾ ചേർക്കാം. പിന്നെ നമ്മൾ പൗഡറിലും കുറച്ച് ഉപ്പിടുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ചിക്കൻ. അതായത് നേരത്തെ തൈരിലൊക്കെ ഇട്ട് വെച്ച ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായി ഇതിലിട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതായത് ഈ മസാലയൊക്കെ ചിക്കൻ്റെ ഉൾവശമൊക്കെ എത്തുന്ന രീതിയിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇങ്ങനെ മിക്സ് ചെയ്ത ചിക്കന് ഒരു 2-3 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടും. ഇനി ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബ്രോസ്റ്റഡ് പൗഡർ തയ്യാറാക്കാം. ഇനി അതിനായിട്ടൊരു വലിയ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 കപ്പ് മൈദ, 1/4 കപ്പ് കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ കടലമാവ്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിരുന്നു, നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്ന വീഡിയോ. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് പൗഡർ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ കൂടിപ്പോവാതെ നോക്കുക. ചിക്കനിൽ ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്. പിന്നെ ഈ പൗഡറിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇനി 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ചിക്കൻ എടുത്തിട്ടുണ്ട്. ഓരോന്നായി എടുത്തിട്ട് ആദ്യം ഈ പൗഡറിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് മുട്ടയുടെ വെള്ളയിലൊന്ന് മുക്കിയെടുക്കാം. ഇതിപ്പോൾ ഒരു മുട്ടയുടെ വെള്ളയാണ് ഞാൻ എടുത്തത്. എനിക്ക് ഇത്രയും പീസ് ഡിപ്പ് ചെയ്യാൻ ഈ ഒരു മുട്ടയുടെ വെള്ള തന്നെ മതിയായിരുന്നു. ഇങ്ങനെ ഡബിൾ കോട്ട് ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി വീണ്ടും ബ്രോസ്റ്റഡ് പൗഡറിൽ ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കോട്ട് ചെയ്തെടുക്കാം. ഈ ബ്രോസ്റ്റഡ് പൗഡർ ചിക്കനിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുഴഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇങ്ങനെ ഒരു ടെക്സ്ചർ കിട്ടും. അങ്ങനെ ഞാനെല്ലാം ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. മുട്ടയുടെ വെള്ള കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ബ്രോസ്റ്റഡ് പൗഡർ അല്പം ബാക്കിയായി. ഇനി ഇത് ഫ്രൈ ചെയ്യാം. പ്രഷർ കുക്കറിലാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും ചിക്കൻ. അപ്പോൾ കുക്കർ ചൂടാക്കി ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ പീസായിട്ടിട്ട് ഫ്രൈ ചെയ്യാം. കുക്കറിൻ്റെ വിസിലെടുത്ത് മാറ്റിയിട്ട് അടച്ചു വെച്ച് ഒരു 7 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്യാം. ഇനിയൊരു 5-6 മിനിറ്റ് കൂടെ ഒന്നുകൂടെ കവർ ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു ടെക്സ്ചറായി കിട്ടിയിട്ടുണ്ട്.
നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെല്ലാം. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും പിന്നെ മയോനൈസും ആണ് എടുത്തത്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിരുന്നു. പക്ഷേ ഇതിൽ ഞാൻ മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒരുമിച്ച് ചേർത്താണ് ഉണ്ടാക്കിയത്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുണ്ട് ഈ മയോനൈസും. അപ്പോൾ കാണാത്തവർ ആ വീഡിയോ കണ്ടു നോക്കുക. അതിലുള്ള ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ, ഇതിൽ മുട്ടയുടെ മഞ്ഞ കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ലൊരു അടിപൊളി ഡിഷുമായി കാണുന്നത് വരെ ബൈ.